Hello and welcome, everyone. On the 29th of April, an important plea was considered by the Supreme Court in which a Kerala based woman sought to be considered or governed by the secular statutes and not by the Sharia law or the Muslim personal law, as she is now a non believer. Joining me at India Today here is PM Safia, the petitioner. Safia, it was an important petition that the Supreme Court considered. There were some important observations also made by the bench headed by the Chief Justice D.Y. Chandrachud. Can you give us a background on why you approach the Supreme Court with such a petition? Okay. Actually, ഞാൻ ഒരു സെക്കുലർ ബാക്ക്ഗ്രൗണ്ടിൽ സെക്കുലർ ഫാമിലിയിൽ വളർന്നു വന്ന ഒരാളാണ്. ഞാനൊരു വിശ്വാസിയല്ല. അപ്പോൾ ഞാൻ മതം ഉപേക്ഷിക്കാൻ തന്നെ കാരണം ആന്റി വിമനായ ശരിയ ലോയിലുള്ള ആന്റി വിമനായ കുറെ നിയമങ്ങൾ കാരണമാണ് നമ്മൾ മതം ഉപേക്ഷിക്കുന്നത്. ഈ മതം ശരിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മുസ്ലിം സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എസ്പെഷ്യലി ഇൻ സക്സഷനിലും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതായത് രണ്ട് സ്ത്രീകളെ ഒരു പുരുഷന് തുല്യമായിട്ട് കണക്കാക്കുള്ളൂ. പ്രത്യേകിച്ചും സക്സഷനകത്ത് രണ്ട് സ്ത്രീകളാണ് ഒരു പുരുഷന് തുല്യം. സക്സഷന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മള് പുരുഷന്റെ പാതിയാണ് നമുക്ക് അവകാശമുള്ളത്. അപ്പൊ അത്തരം ഒരു അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നും നമ്മള് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ സെക്യുലറായി ജീവിക്കുമ്പോൾ അതൊരു അനീതിയാണെന്ന്, ഇത്തരം അനീതികൾ ഈ മതത്തിനകത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മതം വിടുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് ഒറ്റ മകളാണ്. അപ്പൊ എന്റെ മകളോട് അനീതി കാണിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അവളൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് അവളോട് ഞാൻ അനീതി കാണിക്കാൻ പാടില്ല. അപ്പൊ എന്റെ മകൾക്ക് എന്റെ സക്സഷൻ വരുമ്പോ എനിക്കിപ്പോ എന്റെ പ്രോപ്പർട്ടിയുടെ ഹാഫ് അവൾക്ക് കിട്ടുള്ളൂ. ഒറ്റ മകളാണ്. എനിക്കിപ്പോ ഒരു 10 cents ഓഫ് ലാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലാൻഡിന്റെ പകുതി 5 cent ആണ് എന്റെ മോൾക്ക് കിട്ടുള്ളൂ. ബാക്കി എന്റെ ബ്രദറിന് പോകും തിരിച്ച്. അവളൊറ്റ മകളായതുകൊണ്ട് എനിക്ക് പുരുഷ അതായത് എനിക്കൊരു മകൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളോട് ചെയ്യുന്നൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ ആ ഡിസ്ക്രിമിനേഷൻ പാടില്ല, അത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മതം വിട്ടാലും മതം എന്നെ വിടുന്നില്ല. എനിക്കിഷ്ടം എന്റെ മകനെയും മകളെയും, എനിക്ക് മകനുണ്ടെങ്കിൽ മകനെയും മകളെയും ഒരുപോലെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും എന്റെ മകൾക്ക് അവൾക്ക് കിട്ടേണ്ടുന്ന അവകാശം കിട്ടില്ല. അപ്പോ പക്ഷെ ഞാൻ മതം വിട്ടു എന്നതുകൊണ്ട് എനിക്ക് ഇന്ത്യൻ സക്സഷൻ ലോ ബാധകമാകുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ള കമ്പാരിറ്റീവ്ലി സെക്യുലർ ആയ ഒരേ ഒരു ലോ ഇന്ത്യൻ സക്സഷൻ ലോ ആണ്. അത് അവൾക്ക് ബാധകമാകുന്നില്ല. കാരണം മുസ്ലിമായി ജനിച്ച ഏതൊരാൾക്കും മുസ്ലിം പേഴ്സണൽ ലോ പിന്തുടരാൻ അയാൾ ബാധ്യസ്ഥനാണ്. വേറൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകുന്നത്. ഞാൻ മതം വിട്ടു, ഞാൻ നോൺ റിലീജിയസ് ആയിട്ടുള്ള, എനിക്ക് മതമില്ലാത്ത, ഒരു മതവും ഇല്ലാത്ത ഒരു റാഷണലാണ് ഞാൻ റാഷണലാണ്. അപ്പം എക്സ് മുസ്ലിം ആണ്. ഇസ്ലാമിൽ നിന്ന് മതം വിട്ട ഒരാളാണ്. എക്സ് മുസ്ലിം, ആ വകുപ്പിൽ ഞാൻ എക്സ് മുസ്ലിം ആണ്. ഞാനൊരു റാഷണൽ ആയ ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരു സെക്യുലർ ഒരു ആയിട്ടുള്ള ഒരു നിയമമാണ് എനിക്ക് വേണ്ടത് സക്സഷന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്ക് ഒരു നോ റിലീജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാല് നമുക്ക് മതമില്ലാത്ത ഒരാളാണെന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ആ മതമില്ലാത്ത ഒരാളാണെന്ന് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് ഇന്ത്യൻ സക്സഷൻ ലോ ബാധകമാകണം. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ഒരു നോ റിലീജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള, അതായത് ഞാൻ മതം വിട്ട ഒരാളാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ളതും എനിക്ക് ഇന്ത്യൻ സക്സഷൻ ലോ ബാധകമാകണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലീ ആണ് നമ്മൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. When we check the Supreme Court observations, now what this court has done is that you can challenge certain provisions in the Sharia law or challenge certain provisions of the Indian Succession Act because as per Indian Succession Act, it does not apply to Muslims. It applies only to the Hindu community, right? So
what are the legal possibilities you are seeking, going forward with the case, as the Supreme Court has posted for a detailed hearing in July? ആക്ച്വലി നമുക്കിപ്പോ ഞാനിപ്പോ എനിക്ക് ഇന്ത്യൻ സക്സഷൻ ലോ ബാധകമാകണം എന്ന് പറഞ്ഞ ഒരു ഇത് പ്ലീ നമ്മൾ കോടതിയുടെ മുമ്പിൽ വെക്കുമ്പോ കോടതിക്ക് അത് അനുവദിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് സെക്ഷൻ 58 ഇന്ത്യൻ സക്സഷൻ ലോയുടെ 58-നകത്ത് പറയുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു മുസ്ലിംസ്. അതായത് നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യാണ്, മുസ്ലിംസിനെ അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട്. അത് ഇന്ത്യൻ സക്സഷൻ ലോ ആക്ച്വലി ക്രിസ്ത്യൻസിനും പിന്നെ ഹിന്ദുക്കളല്ലാത്തവർക്കും ആണ് അത് ബാധകമായിട്ടുള്ളത്. അപ്പം അതിനകത്ത് എസ്പെഷ്യലി ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. നോട്ട് എന്താ പറയാ, മുസ്ലിംസിന് ബാധകം, നോട്ട് ആപ്ലിക്കബിൾ ടു മുസ്ലിംസ് അതിനകത്ത് ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട്. അപ്പം അതായത് മുസ്ലിം വ്യക്തി നിയമത്തിനകത്ത് സെക്ഷൻ 2 പ്രകാരം സെക്ഷൻ 2-ൽ പറയുന്നത്, ആപ്ലിക്കേഷൻ ഓഫ് മുസ്ലിം പേഴ്സണൽ ലോ ടു മുസ്ലിംസ് നോട്ട് വിസ്റ്റാൻഡിംഗ് ടു എനി കസ്റ്റംസ് ഓർ യൂസേജ് ടു ദ കോൺട്രറി ഇൻ ഓൾ ക്വസ്റ്റ്യൻസ് save questions relating to the agricultural land regarding interstate succession. Regarding interstate succession, special property of females, including personal property inherited or obtained under contract or gift or any other provision of personal law. അതായത് ഇൻഡർസ്റ്റേറ്റ് സക്സഷനകത്തും പിന്നെ മാരേജ്, ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ഇൻക്ലൂഡിംഗ് തലാഖ്, ഇല, സിഹർ, എലിയാൻ, ഖുല ആൻഡ് മുബാറത്ത്, മെയിൻ്റനൻസ്, ഡവർ, ഗാർഡിയൻഷിപ്പ്, ഗിഫ്റ്റ്, ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് വഖഫ്, ഇത്തരം കാര്യങ്ങളെല്ലാം മുസ്ലിം പേഴ്സണൽ ലോയാണ് ഗവേൺ ചെയ്യുന്നതെന്നാണ് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ സെക്ഷൻ നമ്പർ 2-ൽ പറയുന്നത്. അതായത് മാരേജും ഡിസൊല്യൂഷൻ ഓഫ് മാരേജും പിന്നെ മെയിൻ്റനൻസും ഗാർഡിയൻഷിപ്പും ഒക്കെ മുസ്ലിം വ്യക്തി നിയമപ്രകാരമായിരിക്കണം. ആണ് ഒരു ഇന്ത്യയിലെ ഒരു മുസ്ലിമിന് ബാധകമാകുക. അത് നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോയാണ് നമുക്ക് ബാധകമാകുക. അറ്റ് ദി സെയിം ടൈം സെക്ഷൻ 3-ൽ പവർ ടു മേക്ക് എ ഡിക്ലറേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന് ഒരു മുസ്ലിമിന് by declaration in the prescribed form and filed before the prescribed authority declare that he desires to obtain the benefit of the provision of the section, and thereafter the provision of section 2 shall be applied to the declarant and all his minor children and their descendants, as in addition to the matters enumerated therein, adoption, wills and legacies. അത് സെക്ഷൻ 3-ൽ പറയുന്നത് അഡോപ്ഷൻ, വിൽസ് ആൻഡ് ലെഗസീസിനകത്ത് കൂടെ നിങ്ങൾക്ക് ഇത് ബാധകമാകണമെങ്കിൽ, മുസ്ലിം വ്യക്തി നിയമം അഡോപ്ഷനിലും വില്ലിലും ലെഗസീസിലും കൂടെ നിങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ നിങ്ങൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അതോറിറ്റീസിന്റെ അടുത്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം, ഇതുകൂടെ ബാധകമാകണമെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം കാലം അഡോപ്ഷൻ, വിൽ ആൻഡ് ലെഗസീസിനകത്ത് നമുക്ക് മുസ്ലിം വ്യക്തി നിയമം ബാധകമല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ബാധകമാകാതെ വരുമ്പോ നമുക്ക് ഏത് നിയമമാണ് ബാധകം എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ വില്ലിലും അഡോപ്ഷനിലും ലെഗസിയിലും മുസ്ലിം വ്യക്തി നിയമം നിങ്ങൾ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധകമല്ല. ഓക്കെ, ബാധകമല്ല, നല്ല കാര്യം. പക്ഷെ നമ്മൾ അപ്പൊ ഏത് നിയമം ഫോളോ ചെയ്യും? അത്തരം കാര്യങ്ങൾ നമ്മൾ ഏത് നിയമമാണ് ഗവേൺ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ അവിടെ ഒരു വോയിഡ് ഉണ്ട്. കാരണം ഇന്ത്യൻ സക്സഷൻ ലോ മുസ്ലിംസിന് ബാധകമല്ല എന്ന് സെക്ഷൻ 58-ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 3 പ്രകാരം ഞാനോ എന്റെ ഫാദറോ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വില്ലിലും അഡോപ്ഷനിലും ലെഗസീസിലും ഒന്നും ഇത് വേണ്ട, ഞങ്ങൾ ഡിക്ലെയർ ചെയ്തില്ല. ഒട്ടുമുക്കാലും നല്ല ഇന്ത്യയിൽ ആരും അങ്ങനെ ഡിക്ലെയർ ചെയ്തില്ല, ഇത് വേണ്ട, ഇതുകൂടെ വേണമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ലെഗസിയിലും അഡോപ്ഷനിലും വില്ലിലും മുസ്ലിം വ്യക്തി നിയമമാണ് വേണ്ടതെന്ന് ആരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ബാധകം ഏതാണ്? മുസ്ലിം വ്യക്തി നിയമം ബാധകമല്ല. അപ്പൊ ഏത് നിയമമാണ് ബാധകം എന്നുള്ളത് ഒരു വേർഡ് ഉണ്ട്. അപ്പൊ അതാണ് സെക്ഷൻ 58 കൂടെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ചന്ദ്രചൂഡ്, സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 58 കൂടെ നമുക്ക് അത് പെറ്റീഷൻ അമെൻഡ് ചെയ്ത്
കൊടുക്കാൻ പറ്റും. Okay. Now, also the Supreme Court has directed to issue notices to the center as well as the state government, seeking their directions on the same. This definitely is a complicated issue, is what the Supreme Court is also, observing in this particular hearing that took place on the 29th. What do you expect the state government and the center to, reply to this direction of the Supreme Court? അതൊരു നമ്മളിപ്പം കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ എന്തായിരിക്കും ചെയ്യാന്നുള്ളതിന് എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. മനസ്സിലായി? അവരുടെ റിപ്ലൈ എന്തായിരിക്കും എന്നുള്ള എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. അവര് ആന്റി പ്രോ ആകാം, അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആവാം, എന്തും ആവാം. നമ്മുടെ ഒരു നിയമപ്രശ്നം നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിലാണ്. ഇതിനകത്ത് ഇതൊരു ലോ ഇഷ്യൂ ആണ്. അപ്പം അത് നമുക്ക് ന്യായമായും അവകാശമുണ്ട്. ആ നീതിപീഠത്തിന്റെ മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കേരള ഗവൺമെന്റ് നമുക്ക് അനുകൂലമായി കൊടുക്കുമോ പ്രതികൂലമായി കൊടുക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല. കാരണം അനുകൂലമായി കൊടുക്കുമെന്നും എക്സ്പെക്ടേഷൻസ് ഇല്ല. കാരണം ഞാനാണ് ആദ്യമായിട്ട് മറ്റേ ഒരു നമ്മുടെ സ്ത്രീകളെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു നിവേദനം വെച്ചത്. അതായത് ഖുറാൻ സുന്ന സൊസൈറ്റിയുടെ ഒരു കേസ് നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. അതായത് മുസ്ലിം വ്യക്തി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണം. അതായത് ഭരണഘടനാ വിരുദ്ധമായ ചില സംഗതികൾ മുസ്ലിം വ്യക്തി നിയമത്തിലുണ്ട്, അത് പരിഹരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഖുറാൻ സുന്ന സൊസൈറ്റി ഒരു കേസ് നിലവിൽ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഞാനല്ല, ഞങ്ങൾ ഒരു 7 പേര് കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ റീസെന്റ് ഞങ്ങൾ 7 പേര് കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് കക്ഷി ചേരുന്നതിന് മുന്നേ ഇങ്ങനെ അത് കേരള ഗവൺമെന്റിനോട് സുപ്രീം കോടതി അഭിപ്രായം ചോദിച്ചിരുന്നു ഈ കേസിനകത്ത്. കാരണം കേരളത്തിൽ ഫയൽ ചെയ്തൊരു കേസാണല്ലോ. അപ്പൊ അവരോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ കേരള ഗവൺമെന്റ് ഇവിടെയുള്ള മുസ്ലിം മതപണ്ഡിതന്മാരായ പുരുഷന്മാരെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. സ്ത്രീകളോടോ സ്ത്രീകളുടെ പ്രതിനിധികളോടോ ഒരു സ്ത്രീ സംഘടനകളോടോ ഈ കേസ് കൊടുത്ത ഖുറാൻ സുന്ന സൊസൈറ്റിയോടോ ഒന്നും അഭിപ്രായം ചോദിച്ചില്ല. അപ്പൊ നമ്മുടെ സ്ത്രീകളെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു നിവേദനം സ്ത്രീകളെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് 35 സ്ത്രീകളുടെ ഒരു ഒപ്പിട്ട ഒരു നിവേദനം ഞാനാണ് ആദ്യമായിട്ട് കൊണ്ട് കൊടുത്തത് കേരള. അപ്പൊ അന്ന് അങ്ങനെ കൊടുത്തപ്പോ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനമല്ല, ഒരു മറുപടിയല്ല നമുക്ക് കിട്ടിയത്. കാരണം അത് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പ്രശ്നങ്ങൾ മത നേതാക്കളുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പൊ അതങ്ങനെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കൊരു അനുകൂലമായ ഒരു തീരുമാനമല്ല നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കേരള ഗവൺമെന്റ് അനുകൂലമായി ഒരു തീരുമാനം പറഞ്ഞാൽ നമുക്ക് സന്തോഷം. അപ്പോ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഫൈറ്റ് തുടരും. കാരണം നമ്മളിത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിലല്ലേ കേസ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു അനുകൂലമായ അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. My next question is, since this petition was filed in terms of inheriting the property of your family, now you spoke to me about you having a daughter and how you don't want to, do injustice to your daughter. Did you face such an issue when you were inheriting? Was this law, a hindrance in your way in terms of inheriting your property from your family, from your parents? Actually, എന്റെ ഫാദർ ഒരു വിശ്വാസിയല്ലാത്ത ഒരാളാണ്, മതവിശ്വാസി അല്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഒരു വില്ല് എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെ ഈക്വൽ ആയിട്ട് ഒരു വില്ല് എഴുതി വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇസ്ലാം മതത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിനില്ല. പിന്നെ ഫാദർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ആക്ച്വലി ഫാദറിന്റെ കാലശേഷം എനിക്ക് 1/3 മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു ബ്രദർ ആണുള്ളത്. അപ്പൊ അവൻ മെന്റലി ഡിസേബിൾഡ് ആണ്. അപ്പൊ അവൻ എന്റെ കൂടെ ഞാനായിരിക്കണം, അവന്റെ ഗാർഡിയനും എല്ലാം ഞാനായിരിക്കണം. അപ്പൊ എനിക്ക് 1/3 പ്രോപ്പർട്ടി കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഡിസേബിൾഡ് ആയ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അനക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് നിയമം. അപ്പൊ എന്റെ ഫാദറിന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു വില്ല് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമില് അവകാശികൾക്ക് വില്ല് എഴുതാൻ പറ്റില്ല. 1/3 എഴുതാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നേരെ അവകാശികൾക്ക് വില്ല് എഴുതാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഫാദറും അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു വിക്ടിം ആകും.
സോഫാർ ഇല്ല, കാരണം ഫാദർ ജീവിച്ചിരിപ്പുണ്ട്, ഫാദറിന്റെ പ്രോപ്പർട്ടി ഫാദറിന്റെ കാലശേഷം എനിക്ക് 1/3 കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ 1/3 കിട്ടുന്നതിൽ നിന്ന് പകുതി വീണ്ടും എന്റെ മകൾക്ക് പകുതി കിട്ടുള്ളൂ, പകുതി വീണ്ടും എന്റെ ബ്രദറിന് തന്നെ പോകും. Okay. Lastly, okay. Lastly, one more thing. It's a time where we are having a lot of discussions on the Uniform Civil Code and all of that. What is your take on it? Like, since you are fighting a case like this at the Supreme Court. നമ്മളുടെ ആവശ്യം മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള അപാകതകൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമായ, അതായത് നമ്മുടെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈക്വാലിറ്റിക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്, മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുണ്ട്. അതെല്ലാം പരിഹരിച്ച് തരിക എന്നുള്ള ഒരു ഇതാണ് നമ്മള് ഖുറാൻ സുന്ന സൊസൈറ്റിയുടെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പ്ലീ, ആദ്യത്തെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് മതം വിട്ട ആൾക്കാർക്ക്, ഇസ്ലാം മതം വിട്ട ആൾക്കാർക്ക് ഒരു സെക്യുലർ ആയ ഒരു സക്സഷൻ ആക്ട് വേണം. ഇസ്ലാം മതം വിട്ട ആൾക്കാർക്ക് സെക്യുലർ ആയ ഒരു ആക്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ കേസിനകത്തുള്ള പ്ലീ. സെക്യുലർ ആയ ആക്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ, നമ്മുടെ ഭരണഘടന ഓൾറെഡി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. യൂണിഫോം സിവിൽ കോഡ് വേണം എന്നുള്ളത് ഭരണഘടനയിൽ നിർദ്ദേശക തത്വമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അത് സെക്യുലർ ആയ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത സെക്യുലർ ആയ ഒരു എന്താ പറയാ, നല്ലൊരു യൂണിഫോം സിവിൽ കോഡ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അത് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒന്നാവരുത്. ഏതെങ്കിലും മതത്തിനെയോ ജാതിയെയോ പുരുഷനെയോ സ്ത്രീയെയോ പിന്നെ നമ്മുടെ LGBTQ മനുഷ്യരെയോ, LGBTQ മനുഷ്യർക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യരെ ജാതി, മതം, ലിംഗം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത LGBTQ മനുഷ്യർക്ക് ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊന്നും ഒരു മനുഷ്യരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത ഒരു യൂണിഫോം സിവിൽ കോഡ് വരികയാണെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യും. Okay. Also, one more question I just remembered. Now, there are a lot of people, we've seen few recent examples of people converting their marriage or registering their marriage under the Special Marriage Act to ensure that their daughters inherit the properties. What is your take on that? Like, is that an alternative also to ensure that your daughters get all the... No. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ ഐ എം എ സിംഗിൾ മദർ, ഞാൻ ഡിവോഴ്സിയാണ്. അപ്പൊ ഈ പിന്നെ ഒരു എന്റെ മകൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് പോസിബിളും അല്ല. ഐ മീൻസ് അവൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇനി ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കല്യാണം കഴിച്ചാലും ഞാൻ ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്ന കുട്ടികൾക്കേ അത് ബാധകമാകും. ഞാൻ മുന്നേ വിവാഹം കഴിച്ച, അതായത് ഇതിനു മുമ്പുള്ള കുഞ്ഞിന് അത് ബാധകമേ അല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു റെമഡി അല്ല. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കുക എന്നുള്ളത് ഈ സ്വത്ത് ഇഷ്യൂവിന് റെമഡി അല്ല. ഓൾറെഡി മാരീഡ് ആയിരിക്കുന്ന അത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം മാരീഡ് ആയ ആൾക്കാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ കല്യാണം കഴിക്കാം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. പക്ഷെ ഞാനിവിടെ എന്റെ മകൾക്ക് എന്റെ സ്വത്ത് മുഴുവൻ എന്റെ മകൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു റെമഡി അല്ലല്ലോ. കാരണം അപ്പോഴും എന്താ പറയാ, എന്റെ മകൾക്ക് അത് കിട്ടുകയില്ല. പിന്നെ എന്റെ മകൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്, അത് നീതിയല്ല. Safia, thank you so much for joining with us and wishing you all the best in this fight that you're leading. Thank you. Thank you. Thank you very much. Thank you.